ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂഡിൽസ് പിസയാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ ചേരുവകളും മതി, പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ചെറിയ പാക്കറ്റ് നൂഡിൽസ് ആണ് വേണ്ടത്. ഏത് ഫ്ലേവറാണോ നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. കറക്റ്റ് ഇന്ന തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ ഒരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം, 250 ml 1 കപ്പ് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പാക്കറ്റ് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു നൂഡിലിൻ്റെ പാക്കറ്റിൽ കിട്ടുന്ന ഒരു പൊടി കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർബന്ധമല്ല, കൂടുതലും നമ്മളിത് ഉപയോഗിക്കലില്ല. നമ്മളതായിട്ടുള്ള മസാലകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം, കാരണം എപ്പോഴും നമ്മൾ നൂഡിൽ ഉണ്ടാക്കി കഴിക്കുന്നില്ല. അപ്പോൾ വല്ലപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, നിർബന്ധമല്ല. നിങ്ങൾ ഏതാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു നൂഡിൽ പൊട്ടിച്ചിട്ടിട്ടൊന്നുമില്ല, കാരണം ഒന്നങ്ങ് ആവി കയറി കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. അപ്പോൾ കറക്റ്റ് ആ ഒരു വലിപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിക്കോളും. ഇത് ഇനി ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കുക. ഒന്നങ്ങ് അടച്ച് വെച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതൊന്നങ്ങ് മിക്സ് ആക്കുന്ന സമയത്ത് ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് വേവായി വരുന്നുണ്ട്. അപ്പം ഈ ഒരു വെള്ളം വറ്റുന്നത് സമയം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്തോളും. ഒരു 1-2 മിനിറ്റ് ഒന്നങ്ങ് അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അങ്ങ് ആയി കിട്ടിക്കോളും. ഇതങ്ങ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഒന്നങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് പറ്റി നമ്മളെ നൂഡിൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി വളരെ ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 2 അല്ലി എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ. വെളുത്തുള്ളി ഒന്നങ്ങ് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞെടുത്തതാണ്, ഒരു 2-3 ടേബിൾ സ്പൂൺ, ഒരുപാടൊന്നും വേണ്ട, അതൊന്ന് ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് വളരെ ചെറുതായി മുറിച്ചതോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റിലേക്ക് ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ, നൂഡിൽസിൽ ആവശ്യത്തിനുള്ളതുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക് ചെറുതായി മുറിച്ചതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1-2 വേണ്ടത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്നൊടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതായത് ആ ഒരു ക്യാരറ്റും ഉള്ളിയും കൂടി ഇതിലേക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് എരിവിനായിട്ടൊരു ഇത്തിരി കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുട്ട വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 5 വരെ എടുക്കാം കേട്ടോ. അതായത് നമുക്ക് ആ ഒരു പാനിൽ നൂഡിൽസിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യാനുള്ള മുട്ട ഉണ്ടായിരിക്കണം. നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലുപ്പം നോക്കിയിട്ട് അതിനനുസരിച്ച് മുട്ടയുടെ അളവിൽ മാറ്റം വരുത്താം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പിസയുടെ ഒക്കെ പോലെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഒറിഗാനോ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുരുമുളക് പൊടി ഉപ്പ് മാത്രമായാലും മതി. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത്, ഒരുപാട് വലുതാക്കരുത്, ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതുകൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള നൂഡിൽസിൻ്റെ ഈ ഒരു മിക്സിൻ്റെ മുകളിലേക്ക് ആ ഒരു മുട്ട ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ആദ്യം മിക്സ് ചെയ്തെടുത്ത നൂഡിൽസിൻ്റെ പാനല്ല കേട്ടോ, ഇതൊന്നങ്ങ് മാറ്റിയിട്ടുണ്ട്. ആ ഒരു പാനിന് കറക്റ്റ് ടൈറ്റായിട്ടുള്ള അടപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഏത് പാനാണോ സൗകര്യം എന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയുടെ കൂട്ട് മൊത്തത്തിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് തീ വളരെ ചെറിയ തീയിലിട്ടിട്ടുണ്ടായിരിക്കണം കേട്ടോ. അതായത് നമ്മൾ നൂഡിൽസ് മിക്സ് ചെയ്ത് വെച്ചൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു പാന് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ അങ്ങ് ഗ്യാസിൽ വെച്ച് ചൂട് ചെറുതായിട്ട് ആവുന്ന സമയത്താണ്, അതായത് മുട്ട ഒഴിക്കുന്ന സമയത്ത് പാനിന് ചെറിയൊരു ചൂടുണ്ടാവണം, അത്രയേ ഉള്ളൂ. ഇനി ഈ മുട്ട എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ, നൂഡിലിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ ഇവിടെ മാത്രമായി പോകും. ഇങ്ങനെ മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതായത് ആ ഒരു മുട്ട വെന്ത് വരുന്ന ആ ഒരു സമയം, അതാണ് നമുക്ക് വേണ്ടത്. വേവിക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാതിരിക്കാൻ അടിയിൽ പഴയൊരു ദോശക്കല്ലോ തവയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പാൻ ഇതുപോലെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കും വേണ്ട, ചെറിയ തീയിലിരുന്നിട്ട് കറക്റ്റ് ഒന്ന് അങ്ങ് വെന്ത് വന്നോട്ടെ. എന്നിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം, കുഴപ്പമില്ല. നോക്കുന്ന സമയത്ത് ഇതുപോലെ തൊടുമ്പോൾ മുട്ടയുടെ അംശമൊന്നുമില്ല, കറക്റ്റായിട്ട് ഇങ്ങനെ വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിടണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കണേ. അപ്പോൾ ഇത് പ്ലേറ്റ് വെച്ചിട്ട് ഒന്നും കമിഴ്ത്തി ഇതിലേക്ക് എടുക്കാം. പ്ലേറ്റിലേക്ക് കറക്റ്റും കമിഴ്ത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശമാണിത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നുകൂടെ അങ്ങ് റെഡിയായി നല്ല കറക്റ്റായ ഒരു കുക്കായ വെന്തിട്ടുണ്ട്, എന്നാലും കറക്റ്റ് നല്ലൊരു പരുവായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാനിലേക്ക് തന്നെ അത് തിരിച്ച് ഒന്നുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അതായത് പ്ലേറ്റ് സൈഡിലേക്ക് അങ്ങ് വെച്ചിട്ട് ഈ ഒരു പാനിലേക്ക് ചേർത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 1-2 മിനിറ്റ് തന്നെ മതിയാകും. ഇത് ഇനി ഒന്നുകൂടെ പ്ലേറ്റിലേക്ക് അങ്ങ് കമിഴ്ത്തിയെടുക്കാം. ഈ കമിഴ്ത്തി എടുത്തിട്ടുള്ളത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒന്നുകൂടെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ആദ്യം ഉള്ളതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ തിരിച്ചിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം കറക്റ്റായി നല്ലൊരു ടെക്സ്ചറിൽ ഇത് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത് ഒന്നുകൂടെ ഇങ്ങനെ കമിഴ്ത്തി ഇതിൻ്റെ മുകൾ ഭാഗം തന്നെ ഇങ്ങനെ വെച്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി ചീസ് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ മൊസറല്ല ചീസ് കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സ്ലൈസ് ആയിട്ട് കിട്ടുന്ന ചീസാണ് എടുത്തിട്ടുള്ളത്. ഏതാ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ഇതുപോലത്തെ ഒരു 2 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ആ ചീസ് ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ മുറിക്കണം നിർബന്ധമില്ല, കൈ കൊണ്ട് വെറുതെ പിച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചെറിയൊരു പച്ചപ്പ് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു മല്ലിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പാസിലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് അങ്ങ് ചൂടാക്കി എടുക്കുക. അതായത് ആ ഒരു ചീസ് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. നമ്മൾ മിക്സ് വെന്ത് കിട്ടാനോ ഒന്നും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, കറക്റ്റ് കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചീസ് മെൽറ്റാവുന്നത് വരെ മാത്രം ഒന്ന് അങ്ങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചീസൊക്കെ കറക്റ്റായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുക്കിംഗ് ഒന്നുമില്ല, ഗ്യാസ് ഓഫ് ചെയ്യാം. ചൂടോട് കൂടെ തന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നൂഡിൽ പിസ്സ എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും കേട്ടോ ഇത്. പിന്നെ വലിയവർക്കും ഇഷ്ടപ്പെടും, കുഴപ്പമൊന്നുമില്ല. ചീസൊക്കെ ഉള്ളത്, അതുപോലെ തന്നെ നൂഡിൽസും ആണുള്ളത്. നൂഡിൽ പിന്നെ എപ്പോഴും കൊടുക്കാൻ പറ്റില്ല, എന്നാലും വല്ലപ്പോഴും നൂഡിൽസ് വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സ്കൂളുകൾക്ക് വേണമെങ്കിൽ ടിഫിൻ ബോക്സിലൊക്കെ ആക്കി കൊടുത്തു വിടുകയും ചെയ്യാം. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്